ഹലോ ഗായ്സ്, സന്ധ്യ ആയപ്പോൾ ഞങ്ങൾ രണ്ടുപേരോടെ ഒന്ന് പുറത്ത് പോവാണ് കേട്ടോ. പുറത്തുനിന്ന് വെച്ചാൽ മാർക്കറ്റ് വരെ ഒന്ന് പോവാണ്. കുറച്ച് പച്ചക്കറി വാങ്ങണം, പിന്നെ മീൻ കിട്ടുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് മീനും കൂടെ വാങ്ങണേ. മീൻ കിട്ടുവാണെന്നെങ്കിൽ എന്ന് പറഞ്ഞത് ഇപ്പം നവരാത്രി നടക്കുന്നത് കൊണ്ട് 9 ദിവസത്തേനടുത്ത് മീൻ കടകളും ചിക്കൻ കടകളും ഒക്കെ അവധിയാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു ഏരിയയിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പിന്നെ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കട തുറന്ന് കിട്ടും കേട്ടോ. അങ്ങനെ ഈ സമയത്തൊന്നും പുറത്തിറങ്ങാൻ പറ്റത്തില്ല കേട്ടോ. ഈ ഒരു 7 മണി സമയത്തൊക്കെ ഭയങ്കര ബ്ലോക്കാണ്. ബ്ലോക്കൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ ചെല്ലാൻ ഒരു 10 മിനിറ്റിന് താമസമേ ഉള്ളേ. ഇതിപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു അരമണിക്കൂർ എടുത്തു കേട്ടോ ഇവിടുന്ന് എഴഞ്ഞ് അങ്ങ് മാർക്കറ്റിൽ ചെല്ലാൻ. പോകുന്ന സ്ഥലത്തൊക്കെ സൈഡിലൊക്കെ നവരാത്രിയോടനുബന്ധിച്ച് അതിൻ്റെ പൂജ കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഓരോരോ ചെറിയ എന്താ പറയുന്നത് ടെൻ്റൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നേരെ നമ്മൾ പോയത് പലചരക്ക് സാധനം വാങ്ങാനാണ്. അവിടുന്ന് സാധനം വാങ്ങിയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു കരിമീൻ ജ്യൂസൊക്കെ കുടിച്ചു കേട്ടോ. ഞാൻ കുടിച്ചില്ല, എനിക്കിഷ്ടമല്ല ഈ പുറത്തൊന്നും ഇറങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നേ. പിന്നെ നമ്മൾ നേരെ അവിടുന്ന് പോയത് പച്ചക്കറി വാങ്ങാനാണ്. അവിടെ ചെന്ന് കായയുടെ വില ചോദിച്ചപ്പം കിലോ 40 രൂപ, പിന്നെ അര കിലോ കായും വാങ്ങിച്ചു. നേരെ പിന്നെ ഇനി ഇപ്പോൾ പോകുന്നത് പമ്പിലോട്ടാണ് കേട്ടോ. അത് റോഡ് സൈഡിലെല്ലാം നവരാത്രിയുടെ പൂജാ സാധനങ്ങളും ഒക്കെ വിൽക്കുന്ന നല്ല ഷോപ്പുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നേരെ അവിടുന്ന് പിന്നെ നേരെ പമ്പിലോട്ട് പോയി. നല്ല തിരക്കായിരുന്നു കേട്ടോ പോകുന്ന വഴിക്കെല്ലാം. നവരാത്രിയും പിന്നെ ഈ ദീപാവലിയൊക്കെ വരുന്നത് കൊണ്ട് റോഡിലൊക്കെ ഭയങ്കര, അല്ലെങ്കിലും ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേന് ഈ ഒരു ഏരിയയിലൊന്നും ഇറങ്ങാനേ പറ്റത്തില്ലേ. അങ്ങനെ പമ്പിൽ ചെന്നിട്ട് പെട്രോളും ഒക്കെ അടിച്ച് പിന്നെ നമ്മൾ നമ്മുടെ ഗേറ്റിൻ്റെ അടുത്ത് കോട്ടലിലോട്ട് പോകുന്ന സൈഡിൽ ഒരു ചിക്കൻ കട ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ മറ്റേ മാർക്കറ്റിലൊന്നും തുറന്നിട്ടില്ലായിരുന്നു, 1-2 കടയൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം അടച്ചിട്ടേക്കുമായിരുന്നേ. അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ ചിക്കനും വാങ്ങി നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി.